തൃശ്ശൂരിന്റെ ആത്മീയ കേന്ദ്രമായ നായ്ക്കനാലിൽ ഇനി പുതിയ ആൽത്തണൽ. നായ്ക്കനാലിലെ മുത്തശ്ശി ആൽമരം ഓർമ്മയായതിനെ തുടർന്നുണ്ടായ ശൂന്യത നികത്തിക്കൊണ്ട് പുതിയ ആലിൻ തൈ മണ്ണിൽ വേരൂന്നി. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ സ്വീകരണത്തിന് ശേഷം വടക്കുംനാഥൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആലിൻ തൈ നട്ടത്. പൂരനഗരിയുടെ സ്പന്ദനമായിരുന്ന നായ്ക്കനാലിലെ മുത്തശ്ശി ആൽമരം വിടവാങ്ങിയപ്പോൾ തൃശ്ശൂരിന് അതൊരു തണൽ നഷ്ടം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ചരിത്രത്തിന്റെ വിടവാങ്ങൽ കൂടിയായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് പുതിയൊരു നാമ്പ് മുളപൊട്ടുകയാണ്. കർണാടകയിലെ ഹോസൂരിൽ നിന്നും കേരള വനം ഗവേഷണ കേന്ദ്രത്തിന്റെ കാവലിലെത്തിച്ച പുണ്യവൃക്ഷം ഇന്ന് നായ്ക്കനാലിന്റെ മണ്ണിൽ ചേർന്നു. വൈകുന്നേരം 4 മണിയോടെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പുതിയ ആലിൻ തൈക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് മംഗളവാദ്യങ്ങളുടെയും നാമജപങ്ങളുടെയും അകമ്പടിയോടെ തൈ ഘോഷയാത്രയായി ശ്രീമൂലസ്ഥാനത്തേക്ക് ആനയിച്ചു. പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലായിരുന്നു നടീൽ കർമ്മം. മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങളും ദേശക്കാരും സാക്ഷിയായിരിക്കെ പുതിയ ആൽമരം നായ്ക്കനാലിന്റെ മണ്ണിൽ സ്ഥാനമുറപ്പിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ആലിൻ്റെ മരണശേഷം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മ ഇവിടെ അടുത്ത 4 തലമുറയ്ക്കായിട്ടുള്ള ഒരു ആൽവൃക്ഷമാണ് നമ്മൾ നട്ടിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കേരള വനം ഗവേഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയമായ രീതിയിലാണ് മരം നട്ടുപിടിപ്പിച്ചത്. ഇതോടെ പൂരക്കാലങ്ങളിൽ പന്തലുകൾക്കും മേളങ്ങൾക്കും സാക്ഷിയായി നിന്നിരുന്ന നായ്ക്കനാലിന്റെ പഴയ പ്രൗഢി തിരികെ വരുമെന്ന സന്തോഷത്തിലാണ് തൃശ്ശൂരുകാർ. പുതിയ തണലിന് കാവലായി ഇനി നായ്ക്കനാലിൽ ഈ ആൽമരം വളരും. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന ഈ മണ്ണിൽ വരും തലമുറകൾക്ക് പൈതൃകത്തിന്റെ തണലേകാൻ ഈ വടവൃക്ഷമുണ്ടാകും. ജനം, തൃശ്ശൂർ.